രാജ്യത്ത് തോട്ടിപ്പണി നിരോധിച്ചിട്ട് 11 വർഷം കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും തോട്ടിപ്പണി തുടരുന്നുവെന്ന് കഴിഞ്ഞ വർഷം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനെ തുടർന്ന് 2023 ഒക്ടോബറിൽ സുപ്രീംകോടതി വിഷയത്തിൽ ഇടപെട്ടു. തോട്ടിപ്പണി പൂർണ്ണമായും നിർത്തലാക്കിയെന്ന് ഉറപ്പിക്കാൻ സർവേ നടത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തോട്ടിപ്പണിക്കാരുടെ എണ്ണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ജോലി ചെയ്യുന്നവരിൽ 92% പേരും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തോട്ടിപ്പണി എന്നതിന് പകരം അഴുക്കുചാൽ, സെപ്റ്റിക് ടാങ്ക് ശുചീകരണത്തിൽ ഏർപ്പെടുന്നവർ എന്നാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളെ വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാവും രാജസ്ഥാനിലെ ഗംഗാനഗറിൽ നിന്നുള്ള എംപിയുമായ കുൽദീപ് ഇൻദോറയുടെ ചോദ്യത്തിനാണ് സാമൂഹിക നീതി മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. രാജ്യത്താകെ 54,574 തോട്ടിപ്പണിക്കാരാണുള്ളത്. ശുചീകരണം എന്നത് കേവലം ഒരു ജോലി മാത്രമാണെന്നും ഇതിന് ജാതിയുമായി ബന്ധമില്ലെന്നും മറുപടിയിൽ പറയുന്നു. എന്നാൽ മറ്റൊരു ജോലിക്കുമില്ലാത്ത പ്രാതിനിധ്യ സ്വഭാവം ഇതിൽ വ്യക്തമാണ്. 1,00,000-ൽ പരം തൊഴിലാളികളിൽ 37,060 പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. തോട്ടിപ്പണിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി മന്ത്രാലയത്തിനു കീഴിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ നമസ്തേ എന്ന പദ്ധതിയും വേണ്ടത്ര വിജയം കണ്ടില്ലെന്ന് മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. ഒരു വർഷത്തിനിടെ തൊഴിലാളികൾക്കായി ആകെ ലഭ്യമാക്കിയത് 16,791 PPE കിറ്റുകളാണ്. അതോടൊപ്പം 70% തൊഴിലാളികൾക്കും ആയുഷ്മാൻ ആരോഗ്യ കാർഡ് ലഭ്യമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.